അങ്ങനെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുറച്ച് ക്രിപ്റ്റോ ബുള്ളിഷ് ന്യൂസ് ആണ്. ആദ്യത്തെ ക്രിപ്റ്റോ ബുള്ളിഷ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ ക്രിപ്റ്റോ മില്യനേഴ്സിന്റെ എണ്ണം ഡബിൾ ചെയ്തു. കഴിഞ്ഞ വർഷത്തിനെ ആസ്പദമാക്കി നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തിന് കമ്പയർ ചെയ്ത് നോക്കിയാൽ നമുക്ക് പറയാം ക്രിപ്റ്റോ മില്യനേഴ്സിന്റെ എണ്ണം ഡബിൾ ചെയ്തു. കഴിഞ്ഞ കൊല്ലം ഏകദേശം 45,000-ഓളം അല്ലെങ്കിൽ 43,000-45,000-ഓളം ക്രിപ്റ്റോ മില്യനേഴ്സ് ഉണ്ടായിരുന്നു. ഈ കൊല്ലം അത് 85,400-ഓളം ആയി. ടു ബി എക്സാക്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഏകദേശം 85,400 മില്യനേഴ്സ് ആയി. ഈ മില്യനേഴ്സ് ബിറ്റ്കോയിൻ വക ആണ് ഉണ്ടായത്. മീൻസ് ബിറ്റ്കോയിന്റെ പ്രൈസിൽ കയറ്റം വന്നപ്പോൾ മീൻസ് ഓൾമോസ്റ്റ് 2x അടിച്ചപ്പോൾ 45,000 അല്ലെങ്കിൽ 43,000 സംതിങ് മില്യനേഴ്സ് ഇപ്പോൾ 85,400 മില്യനേഴ്സായി കൂടി. നമുക്കിത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ, ചില ക്രിപ്റ്റോ കറൻസി ഒക്കെ പ്രൈവറ്റ് ലെഡ്ജർ എല്ലാം ഓടുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും മൊണാറോ അങ്ങനത്തെ ക്രിപ്റ്റോ കറൻസി ഉണ്ട്, പ്രൈവറ്റ് ക്രിപ്റ്റോ കറൻസികൾ. ആ ക്രിപ്റ്റോ കറൻസി ഹോൾഡ് ചെയ്യണം മില്യനേഴ്സിനെ കുറിച്ച് നമുക്ക് അറിയില്ല. ഇതൊക്കെ ട്രാക്ക് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയില്ല. നമുക്ക് ആകെ പറയാൻ പറ്റുന്നത് പബ്ലിക് ലെഡ്ജറിൽ ഓടുന്ന ക്രിപ്റ്റോ കറൻസിയുടെ ആൾക്കാരുടെ എണ്ണത്തിന്റെ കാര്യമാണ് പറയുന്നത്. അത് 85,400 ആണ്. മനസ്സിലായത്? പക്ഷെ നമ്മൾ ആൾക്കോയിനും കൂടി എടുത്തു നോക്കിയാൽ മീൻസ് ബിറ്റ്കോയിൻ ഉണ്ട്, പിന്നെ ആൾക്കോയിൻ ഉണ്ട്. ആൾക്കോയിനും കൂടി നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്ത് നോക്കിയാൽ ഏകദേശം 1,72,300 പേരാണ് $1 million ഇൻ ക്രിപ്റ്റോ ആസറ്റ്സ് ഹോൾഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യുന്നത്. ഹോൾഡ് എന്ന് പറഞ്ഞാൽ ഹോൾഡ് ഓൺ ടു ഡിയർ ലൈഫ്. $1 million എന്ന് പറഞ്ഞാൽ ഏകദേശം 8,72,00,000 വരും, അല്ലെങ്കിൽ 8,80,00,000 വരും. അത്രയധികം കാശ് അവർ ഹോൾഡ് ചെയ്യേണ്ടി. മനസ്സിലായോ? ഇത് കഴിഞ്ഞ വർഷത്തിന് കമ്പയർ നോക്കിയാൽ ഏകദേശം 2x അടിച്ചു, അല്ലെങ്കിൽ 111% കയറി. ഓൾമോസ്റ്റ് 2.1x എന്നൊക്കെ പറയാം. നമുക്ക് ഇതൊരു വലിയൊരു സംഭവമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം അത്രയധികം വളർച്ചയാണ് ക്രിപ്റ്റോ ലോകത്ത് കാണുന്നത്. മനസ്സിലായ? ഇത് മില്യനെയറിന് എന്നാണ് ഞാൻ പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മില്യനെയർ സ്റ്റാറ്റസ് എത്തിയ ആൾക്കാരുടെ കാര്യമാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. പക്ഷെ സെന്റി മില്യനേഴ്സ് ആയവര് എത്ര പേരുണ്ട്? ഏകദേശം 325 പേരോളം സെന്റി മില്യനേഴ്സ് ആയി ഈ കൊല്ലം. അത് കഴിഞ്ഞ കൊല്ലത്തിനെ കമ്പയർ ചെയ്ത് നോക്കിയാൽ 79% കയറ്റം. ഓൾമോസ്റ്റ് 2x, ഓൾമോസ്റ്റ് ഡബിൾ ചെയ്തു എന്ന് പറയാൻ പറ്റും. ഡബിൾ ചെയ്തിട്ടില്ല, അത് അടുത്ത കൊല്ലമാകുമ്പോഴേക്ക് ഡബിൾ ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. മനസ്സിലായ? ഇപ്പൊ ഏകദേശം നോക്കിയാൽ 325 ആയി. എന്നുവെച്ചാൽ 325 പേരുടെ കയ്യിൽ ഏകദേശം 850 കോടിയോളം രൂപ ഉണ്ട് ഇപ്പൊ. മനസ്സിലായ? 850 കോടി. പിന്നെ ക്രിപ്റ്റോ ബില്യനേഴ്സ് അവരുടെ എണ്ണവും കൂടി. ഇപ്പൊ 28 ക്രിപ്റ്റോ ബില്യനേഴ്സ് ലോകത്തുണ്ട്. 27% കയറ്റം. 28 ക്രിപ്റ്റോ ബില്യനേഴ്സ് ലോകത്തുണ്ടെന്ന് പറഞ്ഞാൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ല ന്യൂസാണ് ക്രിപ്റ്റോ ലോകത്തിന്. വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിപ്റ്റോ ലോകം വളർന്നുകൊണ്ടിരിക്കുകയാണ്, Web3 സ്പേസ് വളർന്നുകൊണ്ടിരിക്കുകയെന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായ? അപ്പോ ഇതൊരു വലിയൊരു ബുള്ളിഷ് ന്യൂസ് ആണ്, ക്രിപ്റ്റോ ബുള്ളിഷ് ന്യൂസ് ആണ്. ഈ റിപ്പോർട്ട് പുറത്തു വിട്ടത് ഹെല്ലി ആൻഡ് പാർട്ട്നേഴ്സ് ആണ്. അവരുടെ ക്രിപ്റ്റോ വെൽത്ത് റിപ്പോർട്ടിൽ നിന്നാണ് ഈ ന്യൂസ് ഗ്യാദർ ചെയ്യുന്നത്. പിന്നെ ക്രിപ്റ്റോയുടെ കാര്യത്തിൽ രാഷ്ട്രങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് സിംഗപ്പൂരാണ്. സിംഗപ്പൂരിന് സ്കോർ കിട്ടിയത് 45.7% 60-ൽ. എന്തിന്? കൺസൾട്ടേറ്റീവ് ഫോംസ് അഡോപ്ഷൻ ഇൻഡെക്സിൽ. ഡ്യൂ ടു ഇറ്റ്സ് ടെക്നോളജിക്കൽ ഇന്നോവേഷൻ, റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അവര് ടെക്നോളജി പരമായി ക്രിപ്റ്റോ സ്വീകരിക്കുന്ന രീതിയിലുള്ള ഫ്രെയിംവർക്കുകളും പിന്നെ സൗകര്യങ്ങളും ഒക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അവര് മുന്നിലാണ്, അവർ റിലാക്സ്ഡ് ആണ്, ഫ്രീ ആണ് പുതിയ ടെക്നോളജി സ്വീകരിക്കുന്ന കാര്യത്തിൽ എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പിന്നെ വരുന്നത് ഹോങ്കോങ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ്, UAE. നമ്മുടെ UAE അവരാണ് തൊട്ട് പിന്നിൽ നിൽക്കുന്നത്. മനസ്സിലായ? UAEയിലൊക്കെ വളരെയധികം സൗകര്യങ്ങൾ കൊടുക്കുന്നുണ്ട് ക്രിപ്റ്റോയിലൊക്കെ കാശ് ഡീൽ ചെയ്യുന്നതിന്. മീൻസ് ക്രിപ്റ്റോയില് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. പിന്നെ ടാക്സ് ഫ്രീ ആണെന്ന് നമുക്ക് തോന്നുന്നു ദുബായൊക്കെ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അത്രയും ടാക്സ് ഈടാക്കണില്ല അവരുടെ ക്രിപ്റ്റോ യൂസേഴ്സിന്റെ അടുത്തുനിന്ന്. പിന്നെ അവർ കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ക്രിപ്റ്റോ ഡീല് ചെയ്യുന്ന ആൾക്കാർക്ക്. മനസ്സിലായ? ഇതിൽ പറയേണ്ട അവസാനം all 3 countries the report did not impose taxes on capital gains. വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്രിപ്റ്റോയിൽ കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ രാജ്യങ്ങളൊക്കെ പക്കയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മേലിന് ടാക്സ് ഉണ്ടാവില്ല, നിങ്ങൾ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് അടയ്ക്കണ്ട.
വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ കാശ് ഉണ്ടാക്കിയാൽ, പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ അതിന് മേലെ ടാക്സ് അടക്കണ്ടെന്ന് പറയുന്നു. ഈ രാജ്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി നിന്നോ. കാരണം വെച്ചാൽ ഇവരൊക്കെ വലിയ ലെവലിലേക്ക് എത്തും ഭാവിയിൽ. മനസ്സിലായോ? വലിയ ലെവലിലേക്ക് എത്തും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ക്രിപ്റ്റോ അഡോപ്റ്റ് ചെയ്യണ കാരണം ആണ്. മീൻസ് ക്രിപ്റ്റോ അഡോപ്റ്റ് ചെയ്യണ കാരണം മാത്രമല്ല, ഇവരുടെ ലിബറൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട്, ഇവരുടെ ലിബറൽ ആയിട്ടുള്ള ഡിസിഷൻസ് കൊണ്ട്. പറയാൻ പറ്റില്ല എങ്ങനെ അഡോപ്റ്റ് ചെയ്യണ കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെ അവർ സ്വീകരിക്കുന്നു ആ ക്രിപ്റ്റോനെ. മീൻസ് എല്ലാതരം ക്രിപ്റ്റോണിക്കൽ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാ രീതികളിലും നമ്മൾ അംഗീകരിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ വീഴാനുള്ള സാധ്യതകളും ഉണ്ട്. മനസ്സിലായോ? അതിന് പ്രശ്നം ലിബറലിന്റെ. ലിബറൽ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കും, പക്ഷെ അതിന്റെ പ്രശ്നങ്ങളും മനസ്സിലാക്കിയിട്ട് എടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്രേ ഉള്ളൂ. മനസ്സിലായോ? ചിലപ്പോ കാറ്റസ്ട്രോഫിക് എൻഡ് ഉണ്ടാവും. മീൻസ് പെശകായിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാവുന്ന ഒരു എൻഡ് ഉണ്ടാവും, അവസാനം ഉണ്ടാവും ബേസിക്കലി. അല്ലെങ്കിൽ നല്ല രീതിയിൽ മുന്നേറുകയും ചെയ്യാം രാജ്യങ്ങൾ. റിസ്ക് ഉണ്ട് ലിബറൽ ആവാൻ, പക്ഷെ ഇതുവരെ എടുത്തത് എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട് ബേസിക്കലി. പക്ഷെ നമ്മുടെ പോലത്തെ ആൾക്കാർക്ക്, നമ്മുടെ പോലത്തെ ക്രിപ്റ്റോ യൂസേഴ്സിന്, അല്ലെങ്കിൽ ക്രിപ്റ്റോ എക്കോണമിയുടെ ഭാഗത്ത് നിൽക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ക്രിപ്റ്റോ എക്കോണമിയിൽ ഉള്ളിലുള്ള ആൾക്കാർ, അവർക്ക് നല്ല ഗുണങ്ങളാണ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ മില്യണയർ ആയിരുന്നു വെക്കി, ഭാവിയിൽ മില്യണയർ ടൈമിലർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദുബായ് പോലത്തെ സ്ഥലങ്ങളിലേക്കൊക്കെ മാറി നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം. എന്നിട്ട് നിങ്ങൾക്ക് അവിടെ പോയിട്ട് ക്യാഷ് ഔട്ട് ചെയ്യാം. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഗുണകരമാകും ഈ ക്രിപ്റ്റോ എക്കോണമിയിൽ ഉള്ളിൽ ജീവിക്കുന്ന ആൾക്കാർക്ക്. കാരണം വെച്ചാൽ ഭാവിയിൽ നിങ്ങൾ ഒരു മില്യണയർ ആയി നോക്കി, മില്യണയർ ആയ ശേഷം അല്ലെങ്കിൽ മൾട്ടി മില്യണർ ആയ ശേഷം നിങ്ങൾക്ക് ഈ ദുബായോ UAE പോയി താമസിക്കാം. എന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കിയ പ്രോഫിറ്റിന് ടാക്സ് അടയ്ക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഫിറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് വേറെ കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം. മനസ്സിലായോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് റീഇൻവെസ്റ്റ് ചെയ്യാം ബേസിക്കലി വേറെ എന്തെങ്കിലും കോയിനിലും ക്രിപ്റ്റോ കറൻസിയിലൊക്കെ. എന്നാലും നിങ്ങൾക്ക് ടാക്സ് ഇല്ല. നിങ്ങൾക്ക് കുറെ കാശ് നിങ്ങളുടെ കയ്യിലെടുത്ത് വയ്ക്കാം. പക്ഷെ നിങ്ങൾ ബാക്കി രാഷ്ട്രങ്ങളിലാണെങ്കിലോ നിങ്ങൾക്ക് ആ ഇതല്ല വരാൻ പോകണം. മീൻസ് ആ കാര്യങ്ങളല്ല, നിങ്ങൾ വലിയൊരു ടാക്സ് അടക്കണം. പിന്നെ ആ ടാക്സ് ഒരിക്കലും സാധാരണക്കാരുടെ കയ്യിലെത്തുന്ന ഒരു നിർബന്ധമില്ല. മനസ്സിലായോ? അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ഒരിക്കലും എത്താൻ പോകണില്ല, അവർ കൊള്ളടിച്ച് കൊണ്ടുപോകും. ലോകത്താണെങ്കിൽ പല സ്ഥലങ്ങളിലും കറപ്ഷൻ വല്ലാണ്ട് കയറിയിട്ടുണ്ട്, അവിടെയും പ്രശ്നക്കായിരിക്കും. അതുകൊണ്ട് ഇതൊക്കെ ഒരു നല്ല സൂചനയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ നമ്മുടെ കാശ് നമ്മുടെ കയ്യിലെത്തുന്നു, നമുക്കങ്ങനെ ഒരു പേടി വേണ്ട നമ്മുടെ കാശ് പോകുന്നുള്ളതിൽ. മനസ്സിലായോ? പിന്നെ നമുക്ക് വല്ലവരും സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് സപ്പോർട്ട് ചെയ്യാം. അങ്ങനത്തെ ഒരു സൗകര്യം അത്രേ ഉള്ളൂ. പിന്നെ ഈ ന്യൂസിൽ ഒരു ഇമ്പോർട്ടന്റ് കാര്യം കൂടി പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ ഫ്രീഡം ഓഫ് ഗ്ലോബൽ മൊബിലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈഗ്രേറ്റ് ചെയ്യാം. മീൻസ് നിങ്ങൾക്ക് കണ്ടമാനം ക്രിപ്റ്റോയില് ആസറ്റ് ഉണ്ടെങ്കിൽ, മീൻസ് ക്രിപ്റ്റോയില് കാശ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ദുബായ് അങ്ങനത്തെ സ്ഥലത്തേക്ക് വെക്കുമ്പോൾ മൈഗ്രേറ്റ് ചെയ്യാം. എന്നിട്ട് അവിടെ പോയി താമസിക്കാം നിങ്ങൾക്ക്. അപ്പൊ അവർക്ക് ഗുണമാവുകയും ചെയ്യും. ബേസിക്കലി അവരുടെ എക്കോണമിയിൽ മീൻസ് കൂടുതൽ ഗുഡ്സുകളും സർവീസുകളൊക്കെ നിങ്ങൾ കൺസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഗുണകരമാവില്ലേ. അതുകൊണ്ട് അങ്ങനത്തെ ഒരു സർവീസും കൂടി, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സൗകര്യം കൂടി ഈ ക്രിപ്റ്റോ എലീറ്റ്സ് ആവശ്യപ്പെട്ട്, അല്ലെങ്കിൽ കുറെ ക്രിപ്റ്റോ കൺസ്യൂമേഴ്സ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞത്രേ ഉള്ളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദുബായ് ഒരു ഫെസിലിറ്റി കൊണ്ടുവരാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രോഗ്രാം കൊണ്ടുവരാണ്. അവർ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വാ നിങ്ങൾക്ക് ഇത്ര കാശുണ്ടല്ലോ, ഇവിടെ വന്ന് താമസിക്കും, ഇത്ര കാശ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ മതി, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ സിറ്റിസൺഷിപ്പും കിട്ടും, എല്ലാ സൗകര്യങ്ങളും കിട്ടും ഉള്ളത്. അതൊരു നല്ല കാര്യമാണ്. ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ. പക്ഷെ നമുക്ക് അവിടേക്ക് പോയിട്ടുണ്ടെങ്കിൽ കൂടുതൽ സൗകര്യങ്ങൾ കിട്ടും, നല്ല ജീവിതം കിട്ടും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടേക്ക് പോകും. അത് ഞാൻ പോകണമെന്നല്ല, അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാശും ആഗ്രഹമുള്ള ആൾക്കാർക്ക് അവിടേക്ക് പോവാം, അവിടെ താമസിക്കാം. അത്ര ഉള്ള കാര്യം. ഈ വക പ്രോഗ്രാം ഉള്ള സ്ഥലത്തുകൾക്കൊക്കെ ആൾക്കാർക്ക് പോവാം. ഏത് ആൾക്കാർക്ക് ക്രിപ്റ്റോ ലീഗ്സിന് ഈ $1 million അല്ലെങ്കിൽ $10 million ഉള്ള ആൾക്കാർ, സുഖ സൗകര്യങ്ങൾ മാത്രമുള്ളവർക്ക് ബേസിക്കലി. സാധാരണക്കാരെ കാര്യമല്ല പറയുന്നത്, ക്രിപ്റ്റോ ഇനി കാശുണ്ടാക്കിയ ആൾക്കാരെ കാര്യം പറയും. മനസ്സിലായോ? ഞാൻ അടുത്ത ന്യൂസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ന്യൂസ് UAE, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. ഇനി തൊട്ട് നിങ്ങൾക്ക് ദീർഘത്തിൽ ക്രിപ്റ്റോ കറൻസി വാങ്ങാം, അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി വിറ്റ് ദീർഘമാക്കി എന്നിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് ഗുഡ്സോ സർവീസ് വാങ്ങാം. ഇതൊരു ബാങ്ക് വഴിക്കൂടിയാണ് നടത്താൻ പറ്റുള്ളൂ. ഈ ബാങ്കിന്റെ പേരിലാണ് സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക്. ഈ സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്കും Crypto.com കൂടി കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു സർവീസ് നടപ്പിലാക്കുന്നത്. ഈ സർവീസ് കൊണ്ട് പുതിയ ആൾക്കാർക്ക് ക്രിപ്റ്റോ ഇൻഡസ്ട്രിയിലേക്ക് വരാം, അല്ലെങ്കിൽ ക്രിപ്റ്റോ എക്കോണമിയിൽ പങ്കെടുക്കാം. ഇവിടെ പറയുന്നു, Crypto.com and Standard Chartered Bank have tied up to enable near real-time processing of US dollar, euro and UAE dirham
deposits and withdrawal on the crypto exchange app. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് crypto.com ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ നടത്താം. ഈ ക്രിപ്റ്റോ കറൻസി ഒക്കെ വാങ്ങാം ഇതൊക്കെ ഉപയോഗിച്ചിട്ട്. crypto.com ആപ്പ് അത്ര മോശകരമായ ആപ്പ് ഒന്നല്ല. അവർക്ക് അവരുടെ ഡെബിറ്റ് കാർഡൊക്കെ ഉണ്ട്. ഇത്രയധികം crypto.comന്റെ അവരുടെ സ്വന്തം ക്രിപ്റ്റോ കറൻസി ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെബിറ്റ് കാർഡൊക്കെ കൊടുക്കുക. ഞാൻ അത്ര വലിയ ഫാൻ അല്ലെങ്കിലും ഇവർ വലിയ രീതിയിൽ മെയിൻ സ്ട്രീം അഡോപ്ഷന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഈ crypto.com എന്ന് പറഞ്ഞ ഈ ആപ്ലിക്കേഷൻ. എന്തായാലും ശരി, നിങ്ങൾക്ക് ഇങ്ങോട്ട് വല്ല കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിപ്റ്റോ കറൻസി നിങ്ങൾക്ക് ശരിക്കും ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് ദീർഘത്തിൽ മാറ്റാം. എന്നിട്ട് നിങ്ങൾ നേരെ UAE വിട്ടോ, അവിടെ വല്ല സാധനങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ വാങ്ങിക്കോ. പക്ഷെ അവിടെ വളരെ എക്സ്പെൻസീവ് ആണ് കാര്യങ്ങളൊക്കെ, നിങ്ങൾ ഓർത്തോ. എന്നാലും കുറേ കാശുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിലി അവിടേക്ക് മാറിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അത് ടാക്സ് ചെയ്യാണ്ട് ടാക്സ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് UAE ദീർഘത്തേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം ചെയ്യാം. മനസ്സിലായി? നിങ്ങൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ടാക്സ് ഒഴിവാക്കാം. മനസ്സിലായി? ടാക്സ് ഒഴിവാക്കാം. അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. പക്ഷെ നിങ്ങൾ കാര്യം മനസ്സിലാക്കണം കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാശ് നിങ്ങൾക്ക് $1 മില്യൺ, $2 മില്യൺ, $3 മില്യൺ ഒക്കെ ഉണ്ടെന്ന് നോക്കി. ഇത് നിങ്ങൾ UAE കൊണ്ടുപോകണം ബേസിക്കലി, അല്ലെങ്കിൽ നിങ്ങൾ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലേക്ക് കൊണ്ടുപോകും, അല്ലെങ്കിൽ ദുബായിക്ക് കൊണ്ടുപോകും. ഇത് നിങ്ങൾ ദീർഘത്തേക്ക് മാറ്റാമെന്ന് നോക്കി, അല്ലെങ്കിൽ അവരുടെ റുപ്പിയിലേക്ക് മാറ്റാന്ന് നോക്കി. അവരുടെ റുപ്പിയിലേക്ക് നിങ്ങൾ മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടാക്സ് ഫ്രീ ആണ് ബേസിക്കലി. പക്ഷെ അവർക്ക് ചോദിക്കൂ നിങ്ങളുടെ കാശ് എവിടെ നിന്നാ വന്നിരുന്നു. കാരണം വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കാശ് പ്രൈവറ്റ് ലെജറിൽ നിന്ന് മാറ്റി പബ്ലിക് ലെജറിലേക്ക് കൊണ്ടുവരാം, ബിറ്റ് കോയിനിലേക്ക് കൊണ്ടുവരാം. മനസ്സിലായോ? ആരുടെ എമൗണ്ടില്ല. അപ്പൊ അവർ ചോദിച്ചില്ലെങ്കിൽ സെറ്റ്, നമുക്ക് പിന്നെ എല്ലാവർക്കും കൂടി UAE പോവാം, കാശ് മാറ്റാം, എന്നിട്ട് അവിടെ കുറച്ച് അടിച്ചു പൊളിച്ചെടുക്കാം, എന്നിട്ട് നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് വരാം. അല്ലെങ്കിൽ നമുക്ക് വേറെ സ്ഥലത്തേക്ക് ഈ സ്ഥലത്തേക്ക് പോവാം ബേസിക്കലി, അല്ലെങ്കിൽ അവിടെ കുറേ കാലം ജീവിക്കുക, കാശുണ്ടല്ലോ. മനസ്സിലായ? ഇതാണ് കാര്യം. നമ്മൾ $2 മില്യൺ ഉണ്ടാക്കിയിട്ട് ബേസിക്കലി, എന്നിട്ട് നമ്മൾ UAE കുറച്ച് കാലം ജീവിക്കുന്നു, എന്നിട്ട് നമ്മൾ ദുബായിൽ ജീവിക്കുന്നു, പിന്നെ നമ്മൾ തിരിച്ചു വരുന്നു, ഇവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു. ഇതാണ് ലൈഫ് ബേസിക്കലി. എന്തായാലും ശരി, നിങ്ങൾക്ക് കാശ് കുറയുണ്ടെങ്കിൽ നിങ്ങൾക്ക് UAE മാറാം, അവിടെ ജീവിക്കാം അടിച്ചു പൊളിച്ച്. ഇതൊരു ഇമ്പോർട്ടന്റ് ന്യൂസ് ആണ്. ബീങ് ഏബിൾ ടു ഓഫർ അവർ ഗ്ലോബൽ കസ്റ്റമർ എഫേർട്സ് ഫിയറ്റ് ഡെപ്പോസിറ്റ്സ് ആൻഡ് വിത്ഡ്രോവൽ കേപ്പബിലിറ്റി ഈസ് കീ ടു ഇൻക്രീസിംഗ് അഡോപ്ഷൻ ആൻഡ് റീച്ചിങ് അവർ വിഷൻ ഓഫ് ക്രിപ്റ്റോ ഇൻ എവറി വാലറ്റ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ന്യൂസ് ആണ്. കാരണം നിങ്ങൾക്ക് $US മാറ്റാൻ പറ്റുന്ന പറയുന്നത് ഇപ്പൊ എല്ലാവർക്കും, ഇന്ത്യക്കാർക്കും എല്ലാവർക്കും ഇപ്പൊ $US മാറ്റാം ബേസിക്കലി crypto.com വഴി, ഈ വാലറ്റ് വഴി അല്ലെങ്കിൽ ഈ ആപ്പ് വഴി. എന്നിട്ട് നമുക്ക് അത് ഈ ദീർഘത്തേക്ക് മാറ്റിയിട്ട് നമുക്ക് ദീർഘത്തിൽ നിന്ന് അവിടുന്ന് ക്യാഷ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ടാക്സ് ഫ്രീ ആയിട്ട്, എന്നിട്ട് നമുക്ക് അവിടെ കുറേ ജീവിച്ചിട്ട് നമുക്ക് കാശൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാൻ പറ്റുകയാണെങ്കിൽ എളുപ്പമായി കാര്യങ്ങൾ, സുഖമായി ലൈഫ്. മനസ്സിലായ? മീൻസ് ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ സ്ട്രീം അഡോപ്ഷൻ ആണ് ബേസിക്കലി. ഈ കാര്യങ്ങളൊക്കെയാണ് മെയിൻ സ്ട്രീം അഡോപ്ഷനിലേക്ക് എത്തുക. പക്ഷെ ഇപ്പം ക്രിപ്റ്റോ ഭയങ്കര ഇൻഫെന്റ് ആട്ടോ. ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ 1-2 വർഷം കഴിഞ്ഞെങ്കിൽ ഒടുക്കത്തെ ലെവലിൽ മെയിൻ സ്ട്രീം അഡോപ്ഷൻ ആണ്. ആ സമയത്ത് ആൾക്കാർ ചിന്തിക്കും കൂടി ഇല്ല. ഈ സ്കാം എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്, അയ്യ അതൊക്കെ സ്കാമാടെ എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ ഇത് അംഗീകരിച്ച് പോവും ബേസിക്കലി. അത് സ്കാം അല്ല എന്ന് പറയാം. അപ്പോഴേക്കും നമ്മളൊക്കെ മീൻസ് കുറച്ച് കൂട്ടം ആൾക്കാരുണ്ട് ഈ കാലഘട്ടത്തിൽ അത് വിശ്വസിച്ച് ജീവിക്കുന്ന ആൾക്കാർ, നല്ല നല്ല പ്രൊജക്റ്റുകൾ തിരഞ്ഞെടുക്കുന്ന ആൾക്കാർ. ആ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരൊക്കെ ഒരു 1-1.5-2 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം മൾട്ടി മില്യനെയർ ഒക്കെ ആയിരുന്നു വരും. $3 മില്യൺ ഒക്കെ ഉണ്ടായിരുന്നു വരും. അപ്പൊ ഇവരൊക്കെ സ്കാം എന്ന് പറഞ്ഞ ആൾക്കാരെ വായി നോക്കിയിരിക്കുള്ളൂ, അല്ലെങ്കിൽ വായി കയ്യിൽ വെച്ചിരിക്കും. നമ്മളപ്പോ മൾട്ടി മില്യണർ ആയിട്ടുണ്ടാവും. അപ്പൊ അവരെന്താ ചെയ്ത അവര് പിന്നോട്ട് പോയതാണ് കാര്യം. മനസ്സിലായി? പുതിയ ടെക്നോളജി വരുമ്പോ സ്വീകരിക്കാനും പഠിക്കണം, അത് തള്ളിക്കളയാനല്ല പഠിക്കുന്നത്. പിന്നെ ആൾക്കാരെ സംബന്ധിച്ചിട്ട് എന്തെങ്കിലും പുതിയത് വന്നിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നത് മോശമാണ്. പിന്നീട് പ്രത്യേകിച്ച് മലയാളികൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവസാനത്തെ നിമിഷം എല്ലാവരും ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ ഇവരും ഉപയോഗിക്കാൻ തുടങ്ങുന്നത്. കാരണം പൊതുജനം ഉപയോഗിക്കണ്ടല്ലോ, സത്യം ഉണ്ടെന്ന് വെച്ചിട്ടാണ് ഇവർ ഉപയോഗിക്കുക. ഇവരൊരിക്കലും നല്ലതാണെന്ന് വെച്ച് ഉപയോഗിക്കില്ല. അത് അവരുടെ ഉള്ളില് പറഞ്ഞിട്ടില്ല. മീൻസ് അവർ പറഞ്ഞിട്ടില്ല എന്നല്ല, അവര് അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിക്ക് വരുന്നില്ല. അത് അവരുടെ ഒരു രീതിയാണ്, നമ്മൾ മലയാളികളുടെ രീതിയാണ്. പക്ഷെ അത് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ മാറും ഞാൻ വിശ്വസിക്കുന്നത്. കാരണം വെച്ചാൽ അടുത്ത ജനറേഷനൊക്കെ ആകുമ്പോഴേക്കും കുറച്ചും കൂടി മാനേബിളും അവർ വിശ്വാസത്തിലൊക്കെ അവർ പറയും, ഇത് എനിക്ക് ഇഷ്ടമാണ്, പെട്ടെന്ന് അവര് ഇതെടുക്കുകയും ചെയ്യും. ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ഓപ്പർച്യൂണിറ്റി കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡബിൾ ഡൗൺ ചെയ്യും ഓപ്പർച്യൂണിറ്റി എന്നുള്ളൂ. കാരണം ഓപ്പർച്യൂണിറ്റി എല്ലായ്പ്പോഴും വരില്ല, വല്ലപ്പോഴൊക്കെ അങ്ങനെ വരും. ആ കറക്റ്റ് പീസിനെ മീൻസ് കുറച്ച് പ്രൊജക്ട്സിനെ നമുക്ക് കറക്റ്റായിട്ട് കണ്ടെത്തിയിട്ട് നമ്മൾ അതിൽ ഡബിൾ ഡൗൺ ചെയ്തിട്ടുണ്ടെങ്കിൽ, എപ്പോഴും ഡബിൾ ഡൗൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ എമൗണ്ട് കിട്ടും. ദിവസം 7 കോടി 10 കോടി 12 15 കോടിയൊക്കെ ആവും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുക.
എപ്പോഴും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ബാക്കിയുള്ളവരൊക്കെ ചിലപ്പോൾ വിജയിച്ചു എന്ന് പറയുന്ന ആൾക്കാരുണ്ടോ, അവരൊക്കെ മീൻസ് അവർക്ക് വലിയ പെശകില്ല. ബേസിക്കലി അവർ ഓപ്പർച്യൂണിറ്റി എടുത്തു, സീസ് ചെയ്തു, മൂവ്മെന്റ് അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത നിമിഷം എന്താ പറ്റാന്ന് അറിയില്ല നമുക്ക്, അത് വേറെ കാര്യം. എന്തായാലും ശരി, ഈ ന്യൂസ് അടിപൊളിയാണ്. കാശുണ്ടായാൽ നമുക്ക് ദുബായിലേക്ക് മാറാം. ദുബായി മാറിക്കഴിഞ്ഞാൽ ലൈഫ് സെറ്റ്. നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ ആരും ചോദിക്കാനും പറയാനൊന്നും ഉണ്ടാവില്ല. അടിപൊളി ലൈഫ്. പിന്നെ അടുത്ത ന്യൂസ്, NFT മാർക്കറ്റ് പ്ലേസ് OpenSea says it received Wells notice from SEC. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര ഉള്ളൂ, SEC അവർക്കൊരു പണി കൊടുത്തിട്ടുണ്ട് OpenSea. വെച്ചിട്ടുണ്ടെങ്കിൽ ലോ എൻഫോഴ്സ്മെന്റ് ആണ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. ബേസിക്കലി എന്തിന്, NFT മാർക്കറ്റ് പ്ലേസിൽ. OpenSea എന്നുള്ള കമ്പനിയാണ്, അവർ NFT മാർക്കറ്റ് പ്ലേസ് നടത്തുന്നുണ്ട്. ഈ NFT മാർക്കറ്റ് പ്ലേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര ഉള്ളൂ, NFT എന്ന് പറഞ്ഞാൽ നോൺ ഫഞ്ചബിൾ ടോക്കൺസ്. ഇത്ര ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ പിക്ചറൊക്കെ ആഡ് ചെയ്യല് അതിൻ്റെ ഉള്ളിൽ വെക്കുക മാർക്കറ്റ് പ്ലേസിൽ. ആവശ്യമുള്ള ആൾക്കാർ അതൊന്നും വാങ്ങും, ആവശ്യമില്ലാത്തവരെ നോക്കൂല. മാർക്കറ്റ് ഡിമാൻഡ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ സാധനം വിറ്റ് പോകും. അത്ര ഉള്ളു കാര്യം. SECക്ക് ഇപ്പൊ എന്താ പ്രശ്നം എന്ന് എനിക്ക് അറിയില്ല. SEC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കമ്മീഷനാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ. അവർക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ട് ഉള്ളില്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ കൊണ്ടമാന ആക്ടിവിറ്റി നടക്കണം OpenSea. അവർക്ക് പിടിക്കണില്ലെന്നുണ്ട് SECക്ക്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് കമ്മീഷൻ. അവരെല്ലാത്തിനും ഇപ്പൊ സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. ക്രിപ്റ്റോ സെക്യൂരിറ്റി, മറ്റേ സെക്യൂരിറ്റി ആണ്. എല്ലാത്തിനും പരാജയപ്പെട്ടു. കേസ് ഫെയിലിയർ ആണ്, വൺ ഫെയിലിയർ ആണ് അവർക്ക്. നോൺ ഫഞ്ചബിൾ ടോക്കൺസിന്റെ കാര്യത്തിൽ SEC വിജയിക്കുന്നു തോന്നുന്നില്ലേ. മീൻസ് അവര് ലീഗൽ എൻഫോഴ്സ്മെന്റ്, ലോ എൻഫോഴ്സ്മെന്റ് കൊണ്ടുവന്നാലും ബേസിക്കലി ഇത് തെറ്റാന്ന് പറഞ്ഞിട്ട്. മീൻസ് NFT ഒരു സെക്യൂരിറ്റി ആണ് പറഞ്ഞാലും കാര്യം. നിങ്ങൾ ആലോചിച്ചു, ഇപ്പൊ ലാൻഡ് ഉണ്ട്, ലാൻഡിനെ നമ്മൾ കറക്റ്റ് ഒരു NFT പീസ് ആക്കി മാറ്റി, ഒരു നോൺ ഫഞ്ചബിൾ ടോക്കണൈസ്. ലാൻഡ് നമുക്ക് വേറെ ആൾക്കാർ ഇങ്ങനെ വിറ്റുകൊണ്ടിരിക്കാം. മനസ്സിലായി? ഇപ്പൊ വേറെ ആൾക്കാർക്ക് വാങ്ങാം ലാൻഡ്, വില കൂടുതലും വില കുറവില്ല. മാർക്കറ്റ് ഡിമാൻഡ് ആണ് തീരുമാനിക്കുന്നത്, നമ്മളല്ല. മാർക്കറ്റ് ഫോഴ്സസ് ആണ് തീരുമാനിക്കുന്നത് അതിന്റെ പ്രൈസ് കുറയോ കൂടുന്നു. ആവശ്യക്കാർ വന്ന് വാങ്ങും. വേറെ ആൾക്കാർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അതിനും കൂടുതൽ പ്രൈസിന് വാങ്ങാൻ ആളുണ്ടെങ്കിൽ ആള് വാങ്ങും. ഇത്ര ഉള്ളു കാര്യം. വാങ്ങാൻ അല്ലെങ്കിൽ അത് അടിക്ക് പോകും. ഇതിന് വലിയ മാത്തമാറ്റിക്സ് ഒന്നും ഇല്ല. മനസ്സിലായി? ഇതൊക്കെ പെർസെപ്ഷൻ അനുസരിച്ചിട്ടായിരിക്കും, സൊസൈറ്റി പെർസെപ്ഷൻ. അപ്പൊ ഇത് സെക്യൂരിറ്റി ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം NFTക്ക് പല യൂസ് കേസുകളുണ്ട്. പല യൂസ് കേസ് ഉള്ള കാരണം കൊണ്ട് ഇത് സെക്യൂരിറ്റി ആക്കാൻ പറ്റും. റിയൽ എസ്റ്റേറ്റ് സെക്യൂരിറ്റി അല്ല ബേസിക്കലി. എന്ന് വെച്ചാൽ റിയൽ എസ്റ്റേറ്റിൽ സെക്യൂരിറ്റി ഉണ്ട്. ബേസിക്കലി സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ എസ്റ്റേറ്റിന്റെ കുറച്ച് കളക്ഷൻ ഓഫ് ഈ റിയൽ എസ്റ്റേറ്റിന്റെ കുറച്ച് പീസൊക്കെ വാങ്ങാൻ പറ്റുന്ന രീതികളൊക്കെ ഉണ്ട് ആ സെക്യൂരിറ്റി ആയിട്ട്. പക്ഷെ NFT സെക്യൂരിറ്റി ആവാൻ വേണമെങ്കിൽ സെക്യൂരിറ്റി ആവാണ്ടിരിക്കാനും പറ്റും. അത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് SEC തീരുമാനിക്കണം. ഇങ്ങനത്തെ NFT വേണമെങ്കിൽ അത് സെക്യൂരിറ്റിയാണ്, ഇങ്ങനെ NFT കൊണ്ടുവന്നെങ്കിൽ സെക്യൂരിറ്റി അല്ല എന്നൊക്കെ. മനസ്സിലായി? പിന്നെ NFT പേജിൽ ഗെയിംസിൽ പേഴ്സൊക്കെ കിട്ടും. ഒരു NFT പേജിന് പ്രത്യേക കസ്റ്റമൈസബിൾ ആയിട്ടുള്ള ഒരു തോക്കായിരിക്കും. മീൻസ് ഒരു NFT ആണത്. വെച്ചിട്ടുണ്ടെങ്കിൽ ആ NFT തോക്കാണ്. ആ തോക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ, തോക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേക വെടിയുണ്ട്. ബേസിക്കലി അല്ലെങ്കിൽ പ്രത്യേകത രീതിയിലുള്ള ആക്യുറസി ഉള്ള തോക്കാണ്. ഇത്ര ആക്യുറസി ഉണ്ട്, ഇത്ര വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിലായിരിക്കും, ഹാൻഡ്ലിംഗ് ഒക്കെ വളരെ എളുപ്പമായിരിക്കും. അങ്ങനെ മനസ്സിലായി? പിന്നെ പേഴ്സുകൾ ഉണ്ടാവും. NFT നമ്മുടെ കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്ര കാശ് കിട്ടും ഗെയിമിൽ. ആ പ്രത്യേക NFTക്ക് അങ്ങനത്തെ ഒരു ക്വാളിറ്റി ഉണ്ടാവും. അങ്ങനെ കുറെ ഗുണങ്ങളൊക്കെ ഉണ്ടാവും NFTക്ക്. മനസ്സിലായി? പക്ഷേ ഈ OpenSea എനിക്ക് അത്ര ഇഷ്ടമല്ല. കാരണം അവിടെ ഫീസ് കൂടുതലായിരുന്നു. NFT മാർക്കറ്റ് പ്ലേസ് ആണ് OpenSea. എന്നാലും ശരി, വളരെയധികം ഫീസ് കൂടിയ ഒരു മാർക്കറ്റ് പ്ലേസ് ആണ്. ഇതിന്റെ മുകളിൽ ഓടുന്ന ഒരു മാർക്കറ്റ് പ്ലേസ് ആണ്. ഇപ്പൊ ലെയർ 2s വന്ന കാരണം, അല്ലെങ്കിൽ ലെയർ 2 ബ്ലോക്ക് ചെയിൻസ് വന്ന കാരണം, മീൻസ് ഫീസ് കുറഞ്ഞ ബ്ലോക്ക് ചെയിനുകൾ വന്ന കാരണം കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പമായി, കുറച്ചുകൂടി ഭേദപ്പെട്ടു എന്ന് പറയാം. പക്ഷെ എന്നാലും ഇപ്പോഴും ശരി ഫീസൊക്കെ കുറച്ച് കൂടുതൽ തന്നെയാണ്. ശരിക്കും NFT മാർക്കറ്റ് പ്ലേസിൽ അത്ര താല്പര്യമൊന്നുമില്ല. ബേസിക്കലി നോൺ ഫഞ്ചബിൾ ടോക്കൺസിൽ ഈ പിക്ചറൊക്കെ എത്ര വിലയ്ക്ക് വിൽക്കാൻ വാങ്ങാന്നൊക്കില്ലേ. എന്താ കള്ളുപിടിച്ച പോലെയാണ്, കഞ്ചാവ് അടിച്ച പോലത്തെ ആൾക്കാർ ചെയ്യുന്ന പരിപാടിയാണ്. $1 മില്യൺ പിക്ചറൊക്കെ വാങ്ങി വിൽക്കുക. പക്ഷെ അതിന് ആൾക്കാരുണ്ട്, മാർക്കറ്റ് ഉണ്ട്. അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. മാർക്കറ്റ് ഇല്ലാത്തവരുണ്ടല്ലോ. ഇപ്പോൾ എന്താ മാർക്കറ്റ് ഇല്ലാത്തത്? എല്ലാത്തിനും മാർക്കറ്റ് ഉണ്ട്. NFTക്ക് ഇപ്പൊ വളരാനുള്ളൂ. മീൻസ് NFT ഇപ്പൊ വളരാൻ ഇരിക്കുന്നുള്ളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ യഥാർത്ഥ യൂസ് കേസ് പുറത്തേക്ക് വരാൻ ഇരിക്കുന്നുള്ളൂ എന്ന് പറയുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത 2-3 വർഷത്തിനുള്ളിൽ ഈ വക ഹൈപ്പ് നേച്ചറിൽ NFTയുടെ സറൗണ്ടിങ് ഉണ്ട്. ഈ ഹൈപ്പൊക്കെ ഇല്ലേ, ഈ ഹൈപ്പ് ഡൾ ഡൗൺ ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലായിരിക്കും 2-3 വർഷം. അതൊക്കെ കുറച്ചുകൂടി കഴിഞ്ഞാൽ അത് ആവിയായിരിക്കും ഹൈപ്പൊക്കെ. പിന്നെ യഥാർത്ഥ യൂസ് കേസുകളാണ് നമുക്ക് കാണാം NFTയുടെ കാര്യത്തിൽ, നോൺ ഫഞ്ചബിൾ ടോക്കൺസിന്റെ കാര്യത്തിൽ. അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. മനസ്സിലായേ? അടുത്ത വീഡിയോ നമുക്ക് ഇനി അടുത്ത ന്യൂസിലേക്ക് പോവാം. Trump set to share bold vision, turning the US into crypto capital of the planet. ഇതെന്ന് വെച്ചാൽ ട്രംപ് US-നെ ക്രിപ്റ്റോ ക്യാപിറ്റൽ ആക്കുന്ന പറയുന്നത്. അത് ട്രംപ് മുമ്പേ പറഞ്ഞിട്ടുണ്ടായത്. ട്രംപ് പറഞ്ഞു ബിറ്റ്കോയിൻ റിസർവ്സ് കൊണ്ടുവരും,
കണ്ടമാനം ബിറ്റ്കോയിനുകൾ വാങ്ങി വയ്ക്കും, ബിറ്റ്കോയിന്റെ പ്രൈസ് പമ്പിക്കും എന്ന് ട്രംപ് പറഞ്ഞിരുന്നു. ട്രംപിന് US-നെ ഏറ്റവും മുന്നിൽ കൊണ്ടുവരുന്നതാണ് ട്രംപ് പറയുന്നത്. മീൻസ് ടോപ്പിലെത്തിക്കുന്നതാണ് ട്രംപ് പറയുന്നത് US-നെ. ഇപ്പോഴത്തെ ഇന്റർനാഷണൽ ക്രിപ്റ്റിനോട് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല ബേസിക്കലി. എന്നാലും അതൊന്നും ചെയ്യണില്ല, അതിൽ പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ഇപ്പോൾ പിന്നെ വോട്ട് കിട്ടുമെന്ന് അറിയാം, അതുകൊണ്ട് അവർ അധികം ബഹളം ഉണ്ടാക്കണില്ല ക്രിപ്റ്റോയുടെ കാര്യത്തിൽ. പക്ഷെ ട്രംപ് അങ്ങനെയല്ല. ട്രംപ് പറയുന്നത് നമ്മളായിരിക്കും ക്രിപ്റ്റോ റെഗുലേറ്റ് ചെയ്യുന്ന ആൾക്കാർ, നമ്മളുടെ വഴി കൂടെ ആയിരിക്കും, നമ്മളുടെ മീൻസ് ചാനലിൽ കൂടെ ആയിരിക്കും ക്രിപ്റ്റോ പോണത്. മീൻസ് US പെഗ് ചെയ്തിട്ടുള്ള ക്രിപ്റ്റോ ആയിരിക്കും USDC അല്ലെങ്കിൽ US കോയിൻ, സ്റ്റേബിൾ കോയിനുകളായിരിക്കും എല്ലായിടത്തും ഉപയോഗിക്കപ്പെടുന്നത് ബേസിക്കലി. അതായിരിക്കും സ്റ്റാൻഡേർഡ് എന്നാണ് ട്രംപ് പറയുന്നത്. അത് ബാക്കിയുള്ള രാഷ്ട്രത്തിന് നമ്മൾ എൻഫോഴ്സ് ചെയ്യും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ US-ൽ പെഗ് ചെയ്യാൻ ക്രിപ്റ്റോ, ഡോളറിനെ മുകളിൽ പെഗ് ചെയ്തിട്ടുള്ള കളികൾ മതി എന്നാണ് ട്രംപ് പറയുന്നത്. മനസ്സിലായത്? ട്രംപിനെ സംബന്ധിച്ച് ക്രിപ്റ്റോ അത്ര ഇഷ്ടമൊന്നുമല്ല. അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായി ബിറ്റ്കോയിൻ ബുൾഷിറ്റ് കോയിനാണ്. ഇപ്പൊ തൽക്കാലത്തേക്ക് ഈ ഇലക്ഷൻ വരുന്നുണ്ട്, അത് കാരണം ഈ ഇലക്ഷൻ വിജയിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും പറഞ്ഞു കൂട്ടുന്നുണ്ട്. അയാള് പരസ്യമായിട്ട് പറയുന്നുണ്ട്. ട്രംപിനെ സംബന്ധിച്ച് ഇലക്ഷൻ വിജയിച്ച് കാശ് പോക്കറ്റിലാക്കണം അത്രേ ഉള്ളൂ. പിന്നെ ആൾക്ക് നല്ല ഇൻഫ്ലുവൻസ് കിട്ടും, ഇൻഫ്ലുവൻസ് കിട്ടിയ ആൾക്ക് പല കാര്യങ്ങളും ചെയ്യാം. അത് വെച്ചിട്ട് ആള് ചെയ്യുന്നില്ലാന്നല്ല, ആൾക്ക് സംബന്ധിച്ച് എങ്ങനെയും പ്രസിഡൻഷ്യൽ ഇലക്ഷൻ വിജയിക്കണം, അത് പ്രസിഡന്റ് ആവണം. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ചെയ്തു കൊടുക്കുക, ചെറിയ രീതിയിലൊക്കെ ചെയ്തു കൊടുക്കുക. ചെയ്തു കൊടുത്തുന്ന വ്യക്തി തീർത്താലും മതി. എന്തായാലും ശരി, പ്രോ ക്രിപ്റ്റോ ആണ് ട്രംപ്. ഇപ്പൊ മാറുമെന്ന് എനിക്കറിയില്ല. വിജയിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ ബിറ്റ്കോയിൻ റിസർവ് കൊണ്ടുവരിക. ആള് പറഞ്ഞ പോലെ നമുക്ക് പൊതുജനങ്ങൾ, സാധാരണ ജനങ്ങൾക്ക് US-ൽ ക്രിപ്റ്റോയില് അല്ലെങ്കിൽ ബിറ്റ്കോയിനിൽ അവർ സേവിങ്സ് എടുത്ത് വെക്കുക. മനസ്സിലായത്? പിന്നെ സെൽഫ് കസ്റ്റഡി വാലറ്റിന്റെ പ്രോമിനൻസ് അവിടെ കൂട്ടുന്നു പറഞ്ഞിട്ടുണ്ടായി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്വന്തം ക്രിപ്റ്റോ നമ്മുടെ സ്വന്തം വാലറ്റിൽ എടുത്ത് വെക്കാം. മനസ്സിലായോ? ബാങ്കിൽ എടുത്ത് വെക്കണ്ട. അപ്പൊ ആരും നമ്മൾ ട്രാക്ക് ചെയ്യില്ല. അങ്ങനെ നമ്മുടെ കാശ് നമ്മുടെ എന്നുള്ളൊരു ഫീലിങ്. ഇവിടെ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ കാശൊക്കെ പോയിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂർണ്ണ ഉത്തരവാദി നിങ്ങളാട്ടാ. അതിന് മനസ്സിലാക്കണം. മറ്റേന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ അണ്ടറിലാണെങ്കിൽ കാശ് പോയണെങ്കിൽ ഗവൺമെന്റ് കംപ്ലൈന്റ് ചെയ്യാം. ഇവിടെ കാശ് പോയി കഴിഞ്ഞാൽ കുറച്ച് പൈസക്കാണ് ഗവൺമെന്റിനെ കൺട്രോൾ ചെയ്യാൻ. ഗവൺമെന്റ് മിഡിൽമാൻ അല്ലല്ലോ. അത് നിങ്ങൾ ഫുൾ റെസ്പോൺസിബിൾ എടുക്കാൻ തോന്നുന്നത്. അതിനവരെ കണ്ടമാനം പ്രോട്ടോകോൾസും തരാം ബേസിക്കലി ഇത് പ്രൊട്ടക്ട് ചെയ്യാൻ. വല്ലാണ്ട് കാശ് പോകാണ്ടിരിക്കാൻ നിൽക്കില്ല, കാശ് തിരിച്ചു കൊണ്ടുവരാനൊക്കെ പ്രോട്ടോകോളുകൾ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പൊ. എന്തായാലും ഒരു ഫ്യൂച്ചറാണ് ട്രംപ് പ്രസിഡന്റ് ആയാൽട്ടാ. പക്ഷെ നമ്മൾ കാണുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഹാരിസ് ആണ് ഇപ്പൊ പ്രസിഡന്റ് ആവണം. മനസ്സിലായി? ഹാരിസ് ആണ് ഇപ്പൊ പ്രസിഡന്റ് ആവാൻ ചാൻസ് കൂടുതലെന്ന് ഇപ്പൊ പറയുന്നത്. എല്ലാം തല തിരിഞ്ഞ് പോയി എന്നാണ് ന്യൂസിൽ കേട്ടത്. എന്തായാലും ആവട്ടെ. പക്ഷെ നമ്മൾ കാര്യം മനസ്സിലാക്കണം, ന്യൂസിൽ പറയണത് കേട്ട് നമ്മൾ വിശ്വസിക്കരുത്. ട്രംപ് അത്ര മോശക്കാരനൊന്നല്ല റിയൽ വേൾഡിൽ. നമുക്ക് അറിയില്ല ട്രംപ് ആരാണ്. നമ്മൾ ന്യൂസിൽ കേൾക്കണമെന്ന് മാത്രമേ നമുക്ക് അറിയുള്ളൂ. ന്യൂസിൽ പല കാര്യങ്ങളും പറയണ്ടോ, വളരെ മോശക്കാരനാണ്, എക്സ്ട്രീം മോശക്കാരനാന്നൊക്കെ പറയും. അത് റിയാലിറ്റി ആണെന്ന് നിർബന്ധമില്ല. നമുക്കറിയില്ല ആളാ. മീൻസ് അതൊക്കെ വെറും വരുത്തി തീർക്കണ ഒരു ഇമേജ് ഉണ്ട്. നമ്മൾ വിശ്വസിക്കാനും പാടില്ല. അങ്ങനെ വിശ്വസിക്കാൻ നിങ്ങൾ വ്യക്തിപരമായ ഇഷ്ടം, നിങ്ങൾക്ക് അതുപോലെ ഗുണമുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാം, അത്രേ ഉള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞ വെച്ച് കഴിഞ്ഞാൽ ട്രംപിനെ നമുക്കറിയില്ല, അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ മീഡിയ പറയുന്ന പോലെ അത്ര മോശക്കാരനാവാൻ ചാൻസും ഇല്ല, അത്രേ ഉള്ളൂ. ഇനി അടുത്ത ന്യൂസിലേക്ക് പോവാം. ഇലോൺ മസ്ക് ഡോജ് കോയിൻ പിരമിഡ് സ്കീം കേസിൽ വിജയിച്ചു എന്ന് പറയാൻ മതി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് വിജയിക്കുന്നത് ഇലോൺ മസ്ക് ആരാണ്? ഇലോൺ മസ്ക് ഡോജ് കോയിൻ ഇൻഫ്ലുവൻസറാണ്. ഡോജ് കോയിൻ നല്ലതാണെന്ന് പറയുമ്പോൾ കുറെ അലവലാദികൾ പോയി ഡോജ് കോയിൻ ഇൻവെസ്റ്റ് ചെയ്യും. അലവലാദികളാണ് എന്നുള്ള ഒരു കാര്യമുണ്ട്. വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അലവലാദികൾക്ക് കാശ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയും ഇലോൺ മസ്ക് ആയിരിക്കാന്ന്. കാശ് ഉണ്ടാക്കിയാൽ അവർ പറയും ഇലോൺ മസ്ക് അടിപൊളിയാണ്. ഇതാണ് അലവലാദിത്തരം എന്ന് പറയാം. നമ്മളുടെ കാശ് എവിടേക്ക് പോകണ്ടേ നമ്മൾ തന്നെ തീരുമാനിക്കുന്നത്. ഇവര് പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ ഇലോൺ മസ്ക് ഇവരെ അടിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാണ് ഈ ഡോജ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചതെന്ന് അവര് പറയുന്നത്. അത്യാവശ്യം നമുക്കറിയാലോ, ഇവരുടെ ചോയ്സ് ആണ് ഇവരെടുത്തത്. അവരാണ് ഈ പ്രൊജക്റ്റിൽ പോയിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്തത്. നിങ്ങൾ പറയാം, അവരല്ലേ ഈ പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തത്? മീൻസ് ഇലോൺ മസ്ക് ആണോ ഇൻവെസ്റ്റ് ചെയ്തത്? അല്ലെങ്കിൽ ഇലോൺ മസ്ക് ബാക്കിൽ തോക്ക് വെച്ചിട്ട് പറഞ്ഞ അവനോട് ഇൻവെസ്റ്റ് ചെയ്യാൻ? ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഈ ആൾക്കാര് ഒന്നും നോക്കാണ്ട് ഒന്നും പഠിക്കാണ്ട് പോയി ഡോജ് കോയിൻ ഇൻവെസ്റ്റ് ചെയ്തു കാശ് ഉണ്ടാക്കാന്ന് വെച്ചിട്ട്. പക്ഷെ അവർക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല. എന്തോ ഭാഗ്യക്കുറവ് കാരണം. അത്ര ഉള്ള കാര്യം, ഭാഗ്യക്കുറവുണ്ടാവും. പക്ഷെ ലൈഫ് സേവിങ് ഒക്കെ പോയിട്ട് ഡോജ് കോയിൻ ഇടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഓളാണ് ബേസിക്കലി. ഒരു പെണ്ണുണ്ട് $22,000 മീൻസ് അല്ലെങ്കിൽ $22,000 അല്ലെങ്കിൽ $50,000 ഒക്കെ എവിടെ ഡോജ് കോയിൻ കൊണ്ടിട്ട്. ആരെ പറഞ്ഞ ഡോജ് കോയിൻ ഇടാൻ? ഡോജ് കോയിൻ $1,000 ഇട്ടാലും കുഴപ്പമില്ല, കിട്ടിയാ പോയി എന്നുള്ള പോകാം. പക്ഷെ $22,000-$50,000 ഇട്ടിട്ട് പോയി എന്ന് പറഞ്ഞാൽ അത് ലൈസൻസ് നോക്കല്ലേ? നിങ്ങൾ ആലോചിച്ച് കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് ഞാൻ കഷ്ടപ്പെടാണ്ട് പണിയെടുത്തിട്ടായാലും ശരി ഇത്രയും കാശൊക്കെ ഒരു മീൻ കോയിനിൽ തമാശ കോയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അവരുടെ
ഫിനാൻഷ്യൽ അക്യുമെൻ എങ്ങനെയാന്ന് നോക്കി നോക്കിയേ, അറിയാം ഫിനാൻഷ്യൽ ബോധം എത്രയാന്ന് നോക്കി നോക്കിയേ, ഒന്നുമില്ല. മനസ്സിലായോ? പിന്നെ ഈ പിരമിഡ് സ്കീം എന്ന് പറഞ്ഞാൽ MLM സ്കീമുകളൊക്കെയാണ് പറയുന്നത്. MLM സ്കീം നല്ലതാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ MLM കയറണമെങ്കിൽ നമ്മള് പുഷ് ചെയ്താലൊന്നും കാര്യമില്ല. അവര് കൺസെൻസസ് കൊടുക്കണം. അവര് കൺസെന്റ് കൊടുത്തിട്ടാണ് അവര് കയറുന്നത്. മനസ്സിലായോ? പിന്നെ അതിനിടയിൽ എന്താ പറ്റുക പറയാം, ഏറ്റവും ഇഷ്ടം MLM എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവസാനം ചോരപ്പൊഴിയാണ്. ഫാമിലി മെമ്പേഴ്സും തമ്മിലുള്ള അടിയും ചോരയും അതൊക്കെയാണ് അവസാനം നടക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊലപാതകം കഴിയുമ്പില്ലേ അവസാനിച്ചോളും MLM, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് വെച്ചാൽ ഇലോൺ മസ്ക് ചെയ്തിട്ടാണ് ഈ MLM നടന്നതെന്ന് പറയുന്നത്. ഈ MLM നടത്തണമെങ്കിൽ നമ്മൾക്ക് ഒരാളെ പുഷ് ചെയ്യാനൊന്നും പറ്റില്ല. ആളോട് പറയുന്നത് എടാ നീ നടത്തടാ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ എടാ നീ പോയി ഇൻവെസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ബാക്കിൽ നിന്ന് കുത്താനൊന്നും പറ്റില്ല. അവർ തന്നെ ചെയ്യണം അവസാന ദിവസം. ഒരു കുട്ടികളൊന്നല്ല, ഇവർക്ക് നല്ല ബോധമുണ്ട്. ബ്ലാക്ക് മെയിലിംഗ് ഒന്നുമില്ല ഇവിടെ. മനസ്സിലായോ? അപ്പൊ ഇതൊന്നും ഒരു വോട്ട് എടുക്കില്ല. അവർക്കറിയാം നിങ്ങൾ ചെയ്ത് നിങ്ങളുടെ കാശ് പോയി, അതിന്റെ വിഷമാണ് നിങ്ങൾ കാണിക്കണമെന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങൾ കൺസെന്റ് കൊടുത്തിട്ടാണ് ഈ ക്രിക്കറ്റ് ആക്ടിവിറ്റിക്ക് കയറിയ. അപ്പൊ നിങ്ങളല്ല കൂടുതൽ ക്രിക്കറ്റ്, ആ ക്രിക്കറ്റ് ആവുന്നതിനെക്കാട്ടും ഇലോൺ മസ്ക് ക്രിക്കറ്റാന്ന് നോക്കി. നിങ്ങൾ കുറച്ചും കൂടി ക്രിക്കറ്റാന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് നിങ്ങൾ ഈ ക്രിക്കറ്റ് ആക്ടിവിറ്റിക്ക് കൺസെന്റ് കൊടുത്തു. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ പറയാം എനിക്കറിയാം മീം കോയിനാണ്, നിങ്ങൾക്കറിയാം മീം കോയിൻ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് അത് കാണാൻ പറ്റില്ല, നിങ്ങൾക്ക് എന്താ പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ ഈ ക്രിക്കറ്റ് ആക്ടിവിറ്റിയുടെ ഭാഗമാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കണം. നിങ്ങൾ കൺസെൻസസ് കൊടുത്തിട്ടാണ് ഈ ക്രിക്കറ്റ് ആക്ടിവിറ്റി നിങ്ങൾ ഭാഗമായ. അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾ ഭാഗമാവും നിങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ? അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലോൺ മസ്ക് ക്രിമിനലാണെങ്കിൽ നിങ്ങൾ അതിനെക്കാട്ടും വലിയ ക്രിമിനലാണെന്നാണ് അവിടുത്തെ ലോജിക്ക് പറയുന്നത്. നിങ്ങളുടെ ലോജിക്കൽ ഫ്രെയിംവർക്ക് ആണ് നിങ്ങൾ ചതിച്ചത്. നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലായ? നിങ്ങളുടെ ലോജിക്കൽ ഫ്രെയിംവർക്ക് നിങ്ങൾ ചതിച്ചു. വിഷമിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ഞാൻ അടുത്ത ആളെ പഠിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾ കാശ് പോയാലും കുഴപ്പമില്ല, ഇത്ര വലിയ കാശ് പോയില്ല. മനസ്സിലായി? ഇത്ര മാഗ്നിറ്റ്യൂഡിൽ. മനസ്സിലായി? അത് ഞാൻ പറഞ്ഞു തരണേ. പിന്നെ നിങ്ങൾ പറയാം അയ്യോ നിങ്ങൾക്ക് അറിയാത്ത പോലെ. അപ്പൊ നിങ്ങൾ പറയും, അപ്പൊ നിങ്ങൾക്ക് പറയാൻ പറ്റും ഇവരെന്തിട്ട് പറയാൻ മക്കൾ. ഞങ്ങളുടെ കാര്യം പറഞ്ഞില്ല. ഇപ്പൊ ഞാനാണെങ്കിൽ വരാം ബേസിക്കലി ഒരു പ്രൊജക്റ്റില് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഭയങ്കര കോഷ്യസ് ആയിരിക്കും. വളരെ ചിന്തിച്ചിട്ടൊക്കെയാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. ഞാൻ ലോജ് കോയിനിലും പോയി ഇൻവെസ്റ്റ് ചെയ്യാം, മീൻ കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പ്രൊജക്റ്റില് ഞാനൊരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ആ പ്രൊജക്റ്റ് പഠിച്ചിട്ട് ഇന്നും പഠിപ്പിക്കാൻ ഈ നിമിഷത്തിൽ എന്താ പ്രൊജക്റ്റ് ചെയ്യണം നോക്കും. മനസ്സിലായ? എന്നിട്ടാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നിമിഷത്തിലും അവർ നന്നായിട്ട് ചെയ്യണ്ടോ എന്നുള്ള ചോദ്യം ഉണ്ട്. അല്ലാണ്ടൊന്നും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യില്ല പ്രൊജക്റ്റിൽ. അങ്ങനെയാണ് ഞാൻ കാശ് ഉണ്ടാക്കാൻ പോകുന്നത്. എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞാൻ കാശ് ഉണ്ടാക്കുന്ന ക്രിപ്റ്റോ ലോകത്ത് നല്ല കാശ് ഉണ്ടാക്കുന്ന ഉറപ്പുണ്ട്. $1 മില്യൺ ഉണ്ടാക്കുന്ന ഉറപ്പുണ്ട്, $2 മില്യൺ ഉണ്ടാക്കുന്ന ഉറപ്പുണ്ട് മാത്രം. പറയാൻ പറ്റില്ലായിരുന്ന വിഷയം എന്താ പറയുക. പക്ഷേ നല്ല ഹൈ ഹിറ്റ് റേറ്റ് ഉണ്ട്. മനസ്സിലായി? മീൻസ് ഉറപ്പ് എന്ന് പറഞ്ഞ ഭാവിയുടെ കാര്യത്തിൽ നമുക്കൊന്നും പറയാനൊന്നും പറ്റില്ല. ഇപ്പൊ ഏതൊരു കാര്യത്തിൽ ഇപ്പൊ എക്കണോമിക്സ് നോക്കാന്ന് വെക്കുക. എക്കണോമിക്സിന്റെ കാര്യത്തിൽ ഭാവിയിൽ എന്താ പറ്റുന്ന ആൾക്കൊന്നും അറിയില്ല. സ്പെക്കുലേഷൻ, അവരുടെ സ്പെക്കുലേഷനിലാണ് നിൽക്കുന്നത്. ഫിസിസിസ്റ്റ് എടുത്ത് നോക്കാം, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് സയൻസ്. അതിൽ തന്നെ നോക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നിയമങ്ങളൊക്കെ ഭാവിയിൽ വർക്ക് ചെയ്യും എന്നുള്ള ഒരു ഉറപ്പൊന്നുമില്ല, 100% ഉറപ്പൊന്നുമില്ല. എന്നാലും ഒരു ഏകദേശം നല്ല ഉറപ്പുണ്ട് വർക്ക് ചെയ്യും. ചില ആക്കളുണ്ട് ഐഡിയലിസ്റ്റുകൾ. ബേസിക്കലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രെയിൻ ഇന്ന സമയത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇന്ന സമയത്ത് ഇറങ്ങും, ബേസിക്കലി ഇന്ന സമയത്ത് വരും എന്നൊക്കെ പറഞ്ഞിട്ട്. ആ ഡാറ്റയെ കുറിച്ച് എനിക്ക് സംസാരിക്കാൻ തന്നെ ഇല്ല. ബേസിക്കലി ബോധമില്ല, ബുദ്ധിയില്ല. ബേസിക്കലി ബുദ്ധിയില്ല ഞാൻ പറയാനില്ലേ, ബോധമില്ല മാത്രമേ പറയുന്നത് ഞാൻ. ബേസിക്കലി എന്തായാലും ഒരിക്കലും ട്രെയിൻ ആ കൃത്യസമയത്ത് എത്തുന്ന ഒരു നിർബന്ധമില്ല. വെതർ കണ്ടീഷൻസ് കാരണം എന്തൊക്കെ പറ്റാന്ന് നമുക്കറിയില്ല. റെയിലിൽ ചൂട് കൂടാം, റെയിലിൽ ചൂട് കൂടിയിട്ടുണ്ടെങ്കിലുള്ള പ്രശ്നങ്ങൾ വേറെ ഉണ്ട്. അപ്പൊ ട്രെയിൻ പതുക്കെ സ്പീഡ് കുറയ്ക്കേണ്ടി വരും. അല്ലെങ്കിൽ വെതർ തണുപ്പ് കൂടാം, മഴ പെയ്തിട്ട് നമുക്കറിയില്ല എന്തൊക്കെയാ പോണ വഴിക്ക് എന്താ പറ്റാന്ന്. ബേസിക്കലി ചൂട് കൂടിയാൽ തന്നെ നമ്മളുടെ ബക്കിൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ബേസിക്കലി കാരണം ഹീറ്റ് കാരണം അത് ലെങ്ത് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യും, ലെങ്ത് കൂടും ബേസിക്കലി. അപ്പൊ മീൻസ് നിങ്ങൾ കണ്ടല്ലേ മറ്റേ വാളൊക്കെ ചൂട് കൂട്ടുമ്പോ വാളിങ്ങനെ കത്തി ഇങ്ങനെ നിൽക്കുന്നത്. മീൻസ് ചൂട് കൂടി മോട്ടറിനാവില്ലേ ബേസിക്കലി. നമ്മൾ വാള അടിച്ച് ഷേപ്പാക്കില്ല. ഇപ്പൊ അതുപോലെ തന്നെ റെയിലിൽ പോയെങ്കിൽ ചൂട് കൂടിയിട്ടുണ്ടെങ്കിൽ എന്താ പറ്റുക, റെയിലിന്റെ മുകളിൽ കൂടെ ട്രെയിൻ കയറാണെങ്കിലോ ബേസിക്കലി മീൻസ് റോട്ടറിൽ ഇങ്ങനെ തിരിഞ്ഞോട്ട് ആ വീൽ ഇങ്ങനെ തിരിഞ്ഞ് വരുമ്പോ നമ്മള് വല്ലാണ്ട് സ്പീഡ് കൂട്ടരുത് ബേസിക്കലി. എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ തെന്നാനുള്ള ചാൻസ് ഉണ്ട്. ബേസിക്കലി ആ ഷേപ്പ് മാറാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലായിരിക്കും നല്ല ചൂട് കൂടിയിട്ടുണ്ടെങ്കിൽ. അതുപോലെ വെതർ കണ്ടീഷൻ ബാധിക്കും. തണുപ്പിനനുസരിച്ചിട്ടുണ്ടെങ്കിൽ തണുപ്പിന് അനുസരിച്ചുള്ള കണ്ടീഷനിൽ ട്രെയിന് നീങ്ങണം ബേസിക്കലി. നീങ്ങണം, അല്ലെങ്കിൽ മഴ പെയ്യാണെങ്കിൽ അതിനനുസരിച്ചിട്ട് നീങ്ങണം ബേസിക്കലി. മീൻസ് ഓരോ വെതർ കണ്ടീഷൻ അനുസരിച്ചിട്ട് ട്രെയിൻ നീങ്ങേണ്ടി വരും. നമ്മൾ വിചാരിക്കും 11:30 ട്രെയിൻ വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ 11:30 ട്രെയിൻ വരുന്ന നിർബന്ധമില്ല. 15-20 മിനിറ്റ് ഒക്കെ ലേറ്റ് ആവും. മനസ്സിലായി? ഐഡിയൽ കണ്ടീഷൻസ് ഒന്നും ഇല്ല അവിടെ. നമ്മൾ വിചാരിക്കും ഇത് ഐഡിയലായിട്ട് എല്ലാ ഫാക്ടേഴ്സും കോൺസ്റ്റന്റ് ആണ്, ഇങ്ങനെ പോയാണെങ്കിൽ കറക്റ്റ് ആയി എത്തുന്നു. അങ്ങനെയല്ല, ഡൈനാമിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഡീൽ ചെയ്യണം. അപ്പൊ പല കാര്യങ്ങളും സംഭവിക്കും പോണ വഴിക്ക്. മനസ്സിലായോ? എനിക്ക് പറയാനുള്ളത്
അച്ഛനെങ്കിൽ ചൂട് കൂടിയ ചൂടിനനുസരിച്ചിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, തണുപ്പ് കൂടിയ അതിനുള്ള പ്രശ്നങ്ങളുണ്ട്. മനസ്സിലായോ? അതെ, ഇതൊക്കെ ട്രെയിനിന്റെ മെക്കാനിക്സിനെ ബാധിക്കും. അതാണ് എനിക്ക് ഈ വീഡിയോ പറയാനുള്ളത്. ഞാൻ അടുത്ത വീഡിയോ വരണ വരെ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. Send it out.